ഒരു ചെറിയൊരു ബൈക്ക് ട്രിപ്പാണ്. സോ നമ്മളിന്ന് പോകുന്നത് നെടുമങ്ങാടോട്ടാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റൈഡാണിത്. നെടുമങ്ങാടോട്ട് എനിക്ക് പോകണമെന്ന് കുറച്ച് ദിവസമായിട്ടുള്ളൊരാഗ്രഹമാണ്. സോ ഞാൻ ഇപ്പം നിൽക്കുന്നത് പാളയത്തിനും കവടിയാറിനും ഇടയിലുള്ള റൗണ്ട് അബൌട്ടിൻ്റെ അവിടെ നിന്നാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ ഇപ്പോൾ കവടിയാർ അവന്യൂ റോഡ് നമ്മൾ നേരെ കയറി പേരൂർക്കട വഴി നേരെയാണ് നെടുമങ്ങാട്ടിലോട്ട് പോകാൻ പോകുന്നത്. സോ ഞാൻ എന്തിനാണ് നെടുമങ്ങാടിലോട്ട് പോകുന്നത് എന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് നാളായിട്ട് മാപ്പ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് നെടുമങ്ങാടിലെ റിവ്യൂ വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് ഫോട്ടോസ് ഞാൻ കണ്ടു. സോ ആ കണ്ടതിൽ ആ 3 ഫോട്ടോസുള്ള സ്ഥലം എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? ആ ഫോട്ടോസ് ഞാനാണെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. സോ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് ഇന്ന് എൻ്റെ ഒരു ക്വസ്റ്റ്. സോ ഇതിൽ കാണുന്ന ഫോട്ടോസൊക്കെ ഉള്ള സ്ഥലം യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് അറിയത്തില്ല. ബട്ട് നെടുമങ്ങാട് റിവ്യൂസിൽ കൊടുത്തേക്കുമ്പോൾ അതിനകത്ത് കൊടുത്തേക്കുന്നത് എന്തായാലും കാണണം എന്നാണ് വിശ്വസിച്ച് ഞാൻ പോകുന്നത്. സോ ഇന്നൊരു ജസ്റ്റ് ഒരു ബൈക്ക് ട്രിപ്പാണ്. ഇവിടെ നിന്ന് ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന് ഒരു 20 സംതിങ് കിലോമീറ്ററുള്ള നെടുമങ്ങാടിലോട്ട് പോകാൻ. പക്ഷേ ഞാൻ ഇപ്പോൾ പാളയത്താണ് നിൽക്കുന്നത്. പാളയത്ത് നിന്ന് ഒരു 10-12 കിലോമീറ്റർ ആകണ്ടേ ഉള്ളൂ. സോ എന്തായാലും പോയി ഒന്ന് ആ സ്ഥലം മൊത്തം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. Crazy if you think that I'ma slow down. Don't wanna hear it talking shit from the drama. Coming up, searching to the mama. സോ അപ്പം നമ്മളങ്ങനെ പേരൂർക്കട എത്തിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമ്മൾ സിഗ്നലിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് നേരെ വാഴയില വഴിയാണ് പോകുന്നത്. ഇത്തവണ നമ്മൾ കരകുളം വഴി പോകുന്നില്ല. കാരണം അവിടെ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്ക് എന്തോ റോഡ് ബ്ലോക്ക് ഉണ്ട് കാണിച്ചു. സോ നമ്മൾ ഒരു വാഴയില കഴിഞ്ഞിട്ട് ഒരു ലെഫ്റ്റിലോട്ട് നമ്മളൊരു ഷോർട്ട് കട്ട് എടുക്കും. എനിക്ക് അറിയാവുന്ന ഒരു റോഡ് തന്നെ. പിന്നെ ഇവിടെ നിന്ന് വാഴയിലയിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് റിസ്കി റോഡാണ്. റോഡ് റൂൾസ് ഒന്നും അധികം ആൾക്കാർ പാലിക്കത്തില്ല. ഇങ്ങനെ ഇത് ചെറിയൊരു 2 ലൈൻ പാതയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള ഒരു പാത. പക്ഷെ അവിടെ നിന്ന് കുറേ പേര് എൻ്റെ ലൈനിലോടൊക്കെ ഇങ്ങനെ കയറി വരും. സോ ഇതെനിക്ക് അവിടെ ഇവിടെയൊക്കെ പോയപ്പോൾ എനിക്ക് കുറേ തവണ നടന്നിട്ടുണ്ട്. സോ ആ വഴി പോകുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. സോ അതിനെക്കുറിച്ച് ആലോചിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇതുവഴി കൂടെ പോകുന്ന കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള കാര്യം. ഇപ്പം ഇതേപോലെയൊക്കെ ലൈനിൽ കൂടെ ഇപ്പുറത്തൂടെ ക്രോസ് ചെയ്തൊക്കെ വരും കുറേ പേര്. എസ്പെഷ്യലി ബൈക്സാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്നത്. ചില ടൈമിൽ ബസ്സും അങ്ങനെ ഓട്ടോയും എല്ലാം കാണും. സോ ഇത് വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു റോഡാണ്. സോ ഇവിടെ കൂടെ പോകുമ്പോൾ ഞാൻ ഒട്ടുമിക്കാത്ത തവണയും ഞാൻ ഇതുവഴി എടുക്കാറില്ല. നല്ല റോഡായതുകൊണ്ടാണ് ഇതുവഴി എടുക്കുന്നത്. പക്ഷെ അത് ഇതേപോലെ ഇങ്ങനെ കയറി വരും. ഭയങ്കര റിസ്ക്കാണ്. ഇവിടെ അപകടം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഞാൻ രാത്രി വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റിസ്ക്. രാത്രി ഇവിടെ അധികം ലൈറ്റ് ഇല്ലായിരുന്നു പണ്ടൊക്കെ ഞാൻ ഇതുവഴി കൂടെ വരുമ്പോൾ. ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളൊരു സ്ഥലം. എല്ലാവരും ലൈൻ ഇതേപോലെ ഇങ്ങനെ ഇപ്പുറത്ത്
ഭാഗത്തൂടെ ക്രോസ് ചെയ്തേ വരുള്ളൂ. സോ ഫ്രണ്ടിൽ നിന്ന് ആൾ വരുന്നത് കണ്ടാലും ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ വരും. കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോയി. രാവിലെ ആയതുകൊണ്ട് എനിക്ക് അധികം വണ്ടി ഇല്ലാത്തതുകൊണ്ട് എനിക്കധികം പ്രശ്നമില്ല. എനിക്ക് കുറച്ച് ഒതുങ്ങി കൊടുക്കാനൊക്കെ പറ്റും. മുന്നോട്ടിട്ട് കുറച്ച് ട്രാഫിക് കാണുന്നുണ്ട്. സോ കുറച്ച് റിസ്ക്കിയാണ്. കുറച്ച് ഇപ്പം ഓവർടേക്ക് ചെയ്യാൻ പാടില്ലെന്നുള്ള ലൈന് കൊടുത്തിട്ടുണ്ട്. സോ കുറച്ച് റിസ്ക്കി ആയിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ ഇതുവഴി. ഇടുങ്ങിയ വഴിയും കൂടെ ആയതുകൊണ്ട് നല്ല ട്രാഫിക്കുള്ള ടൈമുമാണ്. ട്രാഫിക് ഇപ്പം അധികം കൂടിയിട്ടില്ല. നല്ല ട്രാഫിക് കൂടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. സോ കുറച്ച് സൂക്ഷിച്ച് ഇതുവഴി കൂടെ പോകാം. സോ ഇനി ഇവിടുന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. നെല്ലിവിള ഭാഗത്തെ അടുത്തായിട്ടാണ്. ഈ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് ഓർമ്മയില്ല. പക്ഷെ എന്നാലും ഇനി ഇതിനോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഗൂഗിൾ മാപ്പ് പറയുന്ന എന്തോ റോഡ് പണി എന്തോ അങ്ങോട്ട് നടക്കുകയാണ്. സോ നമ്മളിവിടുന്ന് ലെഫ്റ്റ് അടിച്ച് നമ്മൾ ഈ ഷോർട്ട് കട്ട് കയറി നെടുമങ്ങാട് പോകുന്നതായിരിക്കും. സോ ഇനി നെടുമങ്ങാട് എത്തിയിട്ട് കാണാം. സോ നമ്മൾ മെയിൻ റോഡിലേക്ക് പ്രവേശിച്ചു. ഇപ്പം ഞാൻ നിൽക്കുന്നത് നെടുമങ്ങാടാണ്. സോ നമുക്കിവിടെ ഞാൻ വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് ഇനി അടുത്ത എങ്ങോട്ട് പോകണമെന്ന് ഞാൻ മാപ്പിൽ നോക്കി ഒന്ന് തീരുമാനിക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തോട് ചുമ്മാ റൈഡായിട്ട് ഇങ്ങനെ പോകുന്നതായിരിക്കും. എന്തായാലും മാപ്പിൽ. സോ ഞാനങ്ങനെ മാപ്പിലൊക്കെ നോക്കി കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിങ്ങനെ തൃപ്തിപ്പെടുന്ന ഒരു സ്ഥലങ്ങളൊന്നും മാപ്പിലൊന്നും ഇങ്ങനെ കാണിച്ചു തന്നിട്ടില്ല. സോ ഞാൻ വണ്ടി എടുത്തുള്ളപ്പോട്ട് നേരെ എങ്ങോട്ടെങ്കിലും അങ്ങ് പോയി. ഞാനിപ്പം ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ബട്ട് എനിക്ക് എന്തായാലും ഞാൻ ആര്യനാട് ഭാഗത്തേക്ക് എത്തിയെന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. നെടുമങ്ങാട് മുതൽ ഒരു ആര്യനാട് ഭാഗത്തേക്കാണ് ഞാൻ നിൽക്കുന്നത്. പോയ സ്ഥലത്ത് എല്ലാം കുറച്ച് നല്ല നല്ല വിഷ്വൽസൊക്കെ കിട്ടുന്നതാണ് ഞാൻ ഇങ്ങനെ എടുത്ത് ഇടാവുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് നല്ലൊരു സീനറി ഉണ്ടായിരുന്നു. ബട്ട് എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ബട്ട് ഞാൻ ഇതുവഴി പിന്നെ തിരിച്ച് വന്നതേ ഇല്ല. ഞാൻ ഇതുവഴി അങ്ങ് നേരെ ഒരു ഡാം കാണാനും പോയി. പിന്നെ അതുപോലെ അങ്ങ് തിരിച്ച് പോവുകയാണ് ചെയ്തത്. സോ ഇവിടുന്ന് കുറച്ച് നല്ല കാടിൻ്റെയും കുറച്ച് മലയോരമാണ് ഇവിടെ. അങ്ങനത്തെ കുറച്ച് ഫുട്ടേജസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ ഇത് നിങ്ങൾ എൻജോയ് ചെയ്തോ. ഇതിപ്പോൾ ഏത് സ്ഥലമെന്ന് ഞാൻ മാപ്പിൽ നോക്കില്ല. ബട്ട് സെറ്റ് സ്ഥലം കേട്ടോ. റബ്ബർ തോട്ടം, അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു വീട്.
ഞാൻ ഇപ്പം നിൽക്കുന്ന കൂവക്കുടി കാട്ടക്കൽ ഗ്രൗണ്ടിലാണ്. ഇത് നമ്മുടെ 360 ആംഗിളിലും ഇത് നല്ല സെറ്റ് വ്യൂ ആണ്. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല വ്യൂ. ഇവിടെ ഇപ്പോൾ എന്തോ ഒരു പണി നടക്കുന്നുണ്ട്. എന്തിൻ്റെ ഇതാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് മെൻഷൻ ചെയ്തേര്. ഞാൻ അപ്പുറത്ത് എനിക്ക് ഇങ്ങോട്ട് വരുന്ന എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഗോപ്രോ ഇപ്പം ചാർജിങ്ങിൽ ഇട്ടേക്കാണ്. എൻ്റെ കയ്യിൽ സെക്കൻഡറി ബാറ്ററി ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഗോപ്രോ ചാർജിലിട്ടേക്കാണ്. കുറച്ച് നേരമായി, ഒരു 20% കണ്ടേ ആയതേ ഉള്ളൂ. സോ ഇനി കുറച്ച് ശതമാനം വരെ വെയിറ്റ് ചെയ്യണം. ഇനി ഇപ്പം ഞാൻ നിൽക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, അത് മറന്നുപോയി പേര്, മാപ്പിൽ നോക്കി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പം പേര് ഓർമ്മയില്ല. എന്തോ ഒരു കാട്ടക്കൽ ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് എന്ന് പറയുന്നതോ ലങ്ങാണ്. കാണുന്നുണ്ട് അവിടെ ഫുട്ബോൾ പോസ്റ്റ് അങ്ങനെ എന്തൊക്കെയുണ്ട്. അവിടെ ആൾക്കാരൊക്കെ വന്ന് കളിക്കുമെന്ന് വിശ്വസിക്കാം. ഇതിപ്പം നമുക്ക് ഇവിടെ നമ്മൾ 360 ആംഗിളിലും നല്ല സെറ്റ് വ്യൂ. മുകളിൽ ആകാശം, താഴെ ഭൂമി, അങ്ങൊക്കെ വെള്ളമുണ്ട്. നല്ല സെറ്റ് വ്യൂ കേട്ടോ. തെങ്ങിൻ്റെ ഇതും ഇവിടെ ഇപ്പോൾ ഒരാളുമില്ല, ഒറ്റയ്ക്കിരിക്കാൻ പറ്റിയ സ്ഥലം. ഇവിടെ നിന്ന് അധികം ശല്യങ്ങളൊന്നുമില്ല. കുറച്ച് എരുമയും പശുവും പിന്നെ കുറച്ച് പട്ടികളും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നല്ല സെറ്റ് വ്യൂ ഇവിടെ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാരെന്തൊക്കെ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. വണ്ടി ഇനി എനിക്ക് പോകുമ്പോൾ ഒന്ന് എൻ്റെ ചെയിനിൻ്റെ കാര്യം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം. എനിക്ക് ചെയിന് കഴിഞ്ഞ സർവീസ് കഴിഞ്ഞിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റിയില്ല. ചെയിൻ ഇരിക്കണുണ്ടോ, ഭയങ്കര അഴുക്ക്. ഇതാവുമ്പോൾ എന്തൊരു ചെയ്യാത്തതാണ്, കറക്റ്റ് ക്ലീൻ ചെയ്യാത്തതാണ്. അന്ന് ഞാൻ അവിടെ മെൻഷൻ ചെയ്തില്ലായിരുന്നു, ഇവരൊന്നും പറയാത്തേ ഇല്ലായിരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞ് ചെയിനിൻ്റെ ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ് തീർന്നു പോയെന്ന്. അത് ആദ്യം പറഞ്ഞില്ല. പൈസയൊക്കെ അടിച്ച് ബില്ലൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോകാൻ നേരമാണ് ഞാൻ നോക്കിയപ്പോൾ കാണുന്നത്. എന്തായാലും അതിനെപ്പറ്റി ഇപ്പം നെഗറ്റീവ് അടിക്കുന്നില്ല. ഇപ്പം നമുക്ക് പോകുമ്പോൾ നമുക്ക് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ വ്യൂ നമുക്ക് കണ്ട് ആസ്വദിച്ച് കുറച്ച് നേരം ഇവിടെ നിന്ന് ഞാൻ ഒരു കോള വാങ്ങാൻ മറന്നു കേട്ടോ. കോളയും കൂടെ വാങ്ങിച്ചിരുന്നു. ഇവിടെ നിന്ന് കുടിച്ചുകൊണ്ടിരുന്ന് കുറച്ച് ടൈം വേസ്റ്റ് ചെയ്യായിരുന്നു. അപ്പം ഗോപ്രോ കൂടെ കുറച്ച് ചാർജ് ആവും. ഇപ്പം നെയ്യാർ ഡാം നമുക്കിവിടെ അടുത്താണ്. ഇവിടുന്ന് ഞാൻ പോകുമ്പം എനിക്ക് വീട്ടിലേക്ക് ഞാൻ ഇനി തിരിച്ച് പോകുമ്പം നെയ്യാർ ഡാം വഴിയാണ് ഞാൻ പോകുന്നത്. സോ എന്തായാലും ഇവിടം തൊട്ട് ഇനി അങ്ങോട്ട് തിരിച്ച് ഞാൻ എന്തായാലും റെക്കോർഡിങ്ങിന് ഇടാൻ പോവുക തന്നെ. കാരണം ഇപ്പോൾ ഒരു 40-50% ചാർജ് ആയി കാണാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടം തൊട്ട് ഇനി അങ്ങോട്ട് നെയ്യാർ ഡാമിൻ്റെ അവിടെ നിന്ന് പിന്നെ ഞാൻ വീട്ടിലേക്കാണ് പോകുന്നത്. ഇനി അധികം സ്പെൻഡ് ചെയ്യുന്നില്ല. ഉച്ചയ്ക്ക് മുമ്പ് വീടെത്തണം. പിന്നെ ആ സർവീസ് സെൻറ്ററിലും കൂടെ എങ്ങനെയെങ്കിലും കയറ്റി ചെയിന് ക്ലീനാക്കിയിട്ട് പോകണം. സോ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയൊരു 10 മിനിറ്റ് കൂടെ ഞാൻ ഇവിടെ നിന്നിട്ട് ഈ സീനറിയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഞാൻ അടുത്ത റെക്കോർഡിങ്ങിൽ കാണാം. സോ നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഞാനിപ്പം ഒരു 5-10 മിനിറ്റ് മുമ്പാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തത്. അപ്പം നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ റെക്കോർഡ് ചെയ്തത്. ഇപ്പം എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അത് തിരുത്താനും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നെയ്യാർ ഡാം ഇവിടെ അടുത്തെന്നല്ലേ പറഞ്ഞേക്കുന്നത്. പക്ഷേ നെയ്യാർ ഡാമല്ല, അരുവിക്കര ഡാമാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഇവിടെ നിന്ന് അടുത്ത നമ്മൾ പോകുന്ന അരുവിക്കര ഡാമിലാണ് നമ്മൾ അടുത്ത പോകുന്നത്. അതുവഴിയാണ് അരുവിക്കര ഡാം കൂടെ കണ്ടിട്ട് അതുവഴി നമ്മൾ നേരെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ തൊട്ട് മുമ്പ് ഇവിടെ ഭയങ്കര കാക്കകൾ കിടന്ന് വിളിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു പുലി വല്ലതും ഇറങ്ങിയതാണോ എന്നൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം എന്തോ അങ്ങോട്ട് കാണുന്ന അവിടെ നല്ല വനമാണ്, ഭയങ്കര കാടാട്ടോ അവിടെ നിന്ന് വല്ലതും പുലി വല്ലതും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ പിടിക്കാൻ എളുപ്പമാണ്. ഞാൻ ഇവിടെ നേരത്തെ ഒരു എന്തോ അനങ്ങണം കണ്ടു, അത് പശുവാണെന്ന് വിശ്വസിക്കുന്നു. സോ പുലിയൊന്നും ഈ ഭാഗത്ത് ഇറങ്ങത്തില്ല എന്ന് വിശ്വസിക്കാം നമുക്ക്. ഫോക്കസ് ആവടേ എന്തോന്ന്. സോ ഈ ഭാഗത്തോട്ട് പുലിയൊന്നും ഇറങ്ങത്തില്ല നമുക്ക് വിശ്വസിക്കാം. പിന്നെ കാക്കകളിടന്ന് ഇങ്ങനെ വിളിക്കാൻ കാരണം എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഒരു പരുന്തിൻ്റെ സൗണ്ട് കേട്ടു. ഇനിയിപ്പോൾ ആ പരുന്ത അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, കാക്കകളുടെ എന്തെങ്കിലും ശത്രുക്കളായിരിക്കും. അത് കാരണമാണ് ഇങ്ങനെ വിളിക്കാൻ കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നെയ്യാർ ഡാമല്ല അരുവിക്കര ഡാമും കൂടെ വിസിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. സോ ഇനി അടുത്ത ഗോപ്രോ സീനിലേക്ക് കാണാം.
സോ നമ്മളിപ്പം വന്ന വഴി തിരിച്ച് പോവുകയാണ്. നമ്മളിവിടെ മെയിൻ റോഡിലേക്ക് കയറിയിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് അരുവിക്കര ഡാം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ ഞാൻ ഇതുവഴിയാണ് വന്നത്. ഇത് കുറച്ച് ആൾക്കാരൊക്കെ ഇതുവഴി കൂടെ പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കാം. സോ അപ്പോൾ അങ്ങനെ നമ്മളിന്ന് ഈ അരുവിക്കര ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ട് നമുക്കിന്നീ കാണാം. സോ നമ്മളങ്ങനെ പറഞ്ഞ ഡാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ക്ലോസ് ആണ്. സോ അങ്ങോട്ടേക്ക് പ്രവേശനമില്ലെന്ന് തോന്നുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് വഴി കാണുന്നുണ്ട്. അവിടെ കടത്തി വിടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കിയിട്ട് അങ്ങോട്ട് കയറാനുള്ള വഴി കാണുന്നില്ല. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇവിടെ നിന്ന് ഈ കാണുന്ന വ്യൂ മതി. അത്ര വലിയ ഡാമൊന്നുമില്ല, ഒരു ചെറിയൊരു ഡാമാണ്. പക്ഷെ കൊള്ളാം, നല്ല സീന്. സോ നമ്മളിനി പോകുന്ന അതുവഴി കൂടെ പോയി ആ പാലം കയറിയാണ് പോകണം. അതുവഴി കയറാൻ പറ്റത്തില്ല. പിന്നെ അവിടെ ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ, അവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഇനിയിപ്പം അതുവഴി കയറാൻ പറ്റുമായിരിക്കും, അറിയത്തില്ല, ഞാൻ നോക്കുന്നില്ല. എന്തായാലും നമ്മൾ ഇനി തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. വെള്ളം നല്ല ഉണ്ടല്ലോ, നല്ല വെള്ളമുണ്ട് കേട്ടോ. സോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ നെടുമങ്ങാട് ട്രിപ്പ്. സോ നമുക്കിനി വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ നേരെ ഇനി വീട്ടിലേക്കാണ് ഇനി പോകുന്നത്. സോ ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. സോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്കുക. സോ താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.